അസ്സലാമു അലൈക്കും. സുന്നത്ത് നിസ്കാരങ്ങൾ, അതിനെപ്പറ്റിയിട്ടുള്ളൊരു വിവരണമാണ് ഇവിടെ പറയുന്നത്. ഫർള് മാത്രം നിർവഹിച്ചാൽ നിർബന്ധ കടമ മാത്രമേ തീരുന്നുള്ളൂ. ഏത് അമലിലും ഫർളും സുന്നത്തും കാണും. ഫർളുകളിൽ വരുന്ന നാം അറിയാത്ത ന്യൂനതകൾ പരിഹരിക്കാനും അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകാനും സുന്നത്തുകൾ കൂടി നിർവഹിക്കണം. സുന്നത്തുകളിലൂടെ അള്ളാഹുവിങ്കിലേക്ക് അങ്ങേയറ്റം അടുത്തവരാണ് ഔലിയാക്കൾ. ഫർള് മാത്രം ചെയ്യുന്നവർക്ക് ഈ അടുപ്പം കിട്ടുകയില്ല. നിസ്കാരമായാലും നോമ്പായാലും സക്കാത്തായാലും ഹജ്ജായാലും ഫർള് മാത്രം ചെയ്ത് മതിയായിക്കൂടാ, പ്രത്യേകിച്ച് നിസ്കാരം. കാരണം ഫർളുകളിൽ വെച്ച ഏറ്റവും ശ്രേഷ്ഠത ഫർള് നിസ്കാരത്തിനായതുപോലെ തന്നെ സുന്നത്തുകളിൽ വെച്ച ഏറ്റവും ശ്രേഷ്ഠതയുള്ള അമൽ സുന്നത്ത് നിസ്കാരം തന്നെയാണ്. സുന്നത്ത് നിസ്കാരങ്ങളിൽ ജമാഅത്ത് സുന്നത്തുള്ളതും അല്ലാത്തതുമുണ്ട്. 2 പെരുന്നാൾ നിസ്കാരം, മഴയെ തേടുന്ന നിസ്കാരം, തറാവീഹ്, റമളാനിലെ വിത്ർ എന്നിവ ജമാഅത്ത് സുന്നത്തുള്ളവയാണ്. ഫർള് നിസ്കാരത്തിന്റെ മുമ്പും പിമ്പുമുള്ള റവാത്തിബ് നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്തില്ല. 22 റക്കായത്തുകൾ ഉണ്ടത്. ലുഹറിന്റെ മുമ്പും പിമ്പും 4 റക്കായത്ത് വീതവും, അസറിന് മുമ്പ് 4 റക്കായത്ത്, മഗ്‌രിബിന് മുമ്പും പിമ്പും 2 വീതവും, ഇശാക്ക് മുമ്പും പിമ്പും 2 വീതം, സുബഹിക്ക് മുമ്പ് 2. ഇതാണ് റവാത്തിബിന്റെ 22 റക്കായത്തുകൾ. ഇവയിൽ 10 റക്കായത്ത് ശക്തമായ സുന്നത്താണ്. അതായത് ലുഹറിന് മുമ്പും പിമ്പും 2, മഗ്‌രിബിന് ശേഷം 2, ഇശാക്ക് ശേഷം 2, സുബഹിക്ക് മുമ്പ് 2. ഇതാണ് ആ 10 റക്കായത്തുകൾ. നിസ്കാരം അള്ളാഹുവിന്റെ മനുഷ്യനിലേക്കുള്ള സ്മരണ ഉണർത്തുന്ന ഒന്നാണ്. പൈശാചികത അകറ്റുന്നു, മനുഷ്യനിലെ മൃഗീയതയെ നശിപ്പിച്ച് മലകീയത്തെ വളർത്തുന്നു, ആത്മാവിലെ അഴുക്കുകൾ ഒരുക്കി കളയാം. അത് നമ്മുടെ നിസ്കാരം, അത് കൂടുതൽ നമ്മുടെ മനസ്സുകളിലെ എല്ലാം ക്ലിയർ ചെയ്തു പോവാനും ഈ നിസ്കാരം വളരെ നല്ലതാണ്. എന്തെങ്കിലും നികൃഷ്ടത, നീചവൃത്തികൾ ഇതൊക്കെ വിലക്കുന്ന ഒന്നാണ് നമുക്ക് ഈ സുന്നത്ത് നിസ്കാരം. അത് ഖുർആനിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഈ നിസ്കാരത്തെ സംബന്ധിച്ചാണ് പരലോകത്ത് ചോദ്യമുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിട്ടുണ്ട്, പരലോകത്ത് വെച്ച് അള്ളാഹു മലക്കോട് അരുളും, എൻ്റെ അടിമയുടെ നിസ്കാരം പരിശോധിക്കുവിൻ, അതിൽ പൂർണ്ണതയുണ്ടോ അതോ അപൂർണമോ എന്ന് നോക്കുവിൻ. മലക്കുകൾ പരിശോധിക്കും, പൂർണ്ണമാണെങ്കിൽ പൂർണ്ണമെന്ന് രേഖപ്പെടുത്തും. അല്ലെങ്കിൽ അവരോട് അള്ളാഹു പറയും, എൻ്റെ അടിമക്ക് എന്തെങ്കിലും സുന്നത്ത് നിസ്കാരമുണ്ടോ എന്ന് നോക്കുവിൻ, ഉണ്ടെങ്കിൽ ആ സുന്നത്ത് കൊണ്ട് എൻ്റെ അടിമയുടെ ഫർളിൻ്റെ ന്യൂനത പരിഹരിക്കുവിൻ. പിന്നെ മറ്റു കർമ്മങ്ങളിലും ഈ പരിഹാര പ്രക്രിയ നടക്കും. അപ്പോൾ എന്താ, നമുക്ക് ഫർള് നിസ്കാരങ്ങളൊക്കെ ഒരുപാട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം, അതായത് അതിൻ്റെ ന്യൂനത തീർക്കാൻ പറ്റുന്ന നമുക്ക് സുന്നത്ത് കൊണ്ട് വീടാൻ പറ്റുന്നു. ഫർള് നിസ്കാരം പുരുഷന്മാർ പള്ളിയിൽ വെച്ചും സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ചുമാണ് ഉത്തമം. ഇനിയും അരുളുണ്ട്, നിങ്ങൾ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് നിസ്കാരത്തിൻ്റെ ഒരു വീതം മാറ്റി വെക്കണം. നിസ്കാരം മൂലം വീട്ടിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. വീട്ടിൽ നമ്മൾ നിസ്കരിക്കണം. ഇമാം ഷാഫി റളിയല്ലാഹു പറയുന്നു, വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിച്ചാൽ പല പ്രയോജനങ്ങളുമുണ്ട്. അതിൽ രഹസ്യമാക്കൽ സാധിക്കും എന്നുള്ളതാണ്. രഹസ്യമായ ഇബാദത്തുകൾ കൂടുതൽ ഫലപ്രദവുമാണ്. അപ്പോൾ പല ആളുകൾ എന്ത് ചെയ്യും, ചില ആളുകൾ കാണാൻ വേണ്ടിയാണ് ഇബാദത്ത് എടുക്കാറ്. അവർ നിസ്കരിക്കുന്നത് ആളുകൾ ഉള്ളപ്പോൾ മാത്രം. ആരും കാണാനില്ലെങ്കിൽ നിസ്കാരവുമില്ല. സുന്നത്ത് നിസ്കാരം പ്രത്യേകിച്ചും. കപടന്മാർ വീട്ടിലാണെങ്കിൽ സുന്നത്ത് നിസ്കരിക്കില്ല, പള്ളിയിലാണെങ്കിൽ നിസ്കരിക്കും. എല്ലാവരും സുന്നത്ത് നിസ്കരിക്കുമ്പോൾ വെറുതെ ഇരിക്കുന്നത് മോശമല്ലേ എന്ന് കരുതാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പല ആളുകളും എന്ത് ചെയ്യും, കാണാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട് ഖുർആൻ എടുത്ത് ചോദ്യം നിസ്കരിക്കുക. അതിലൊന്നും ഒരു കാര്യവുമില്ല. വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ വീട് സജീവമാവും. നിർജീവമായ അന്തരീക്ഷത്തെ നൂറാനിയത്തുണ്ടാവും. അതാണ് വീട് ഖബറാക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നത്. ഖബറിൽ നിസ്കാരമില്ല, നിസ്കാരമില്ലാത്ത വീടുകൾ ഖബറിന് തുല്യമാണ് എന്ന ഹദീസിൽ ധ്വനിയുണ്ട്. വീട് ഖബറാക്കരുത്, ഖബർ വീടാക്കാനും പാടില്ല. അതിനു മുകളിൽ നിസ്കരിച്ചു കൂടാ, വീട്ടിൽ നിസ്കരിക്കാതെയും ഇരുന്നുകൂടാ. നിസ്കാരമുള്ള വീട്ടിൽ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്നു. കടിക്കുന്ന നാഴിയോ നിസ്കരിക്കാത്തവരുള്ള വീടുകളിൽ മലക്കുകൾ ഇറങ്ങില്ല. അത് പിശാചിന്റെ തൊഴുത്താണ്. അതുകൊണ്ട് സുന്നത്തു നിസ്കാരം വീട്ടിൽ വെച്ച് തന്നെയാകട്ടെ. പിശാചുക്കളെ ആട്ടിയൊടിക്കാൻ അത് അത്യാവശ്യമാണ്. ഫർള് നിസ്കാരം നിന്നോ നിസ്കരിക്കാൻ കഴിവുള്ളവർ നിൽക്കൽ ഫർളാണ്. എന്നാൽ സുന്നത്ത് നിസ്കാരത്തിൽ നിന്നോ ഇരുന്നോ നിസ്കരിക്കാം. അപ്പോൾ ആ ഒരു കാര്യത്തിലും കൂടി ഇനി മടി കാണണ്ട. കാരണം വെച്ചാൽ സുന്നത്ത് നിസ്കാരം അതുകൊണ്ട് നമുക്ക് ഇരുന്നിട്ടൊക്കെ നിസ്കരിക്കാം. ഇരിക്കലാണ് ഉത്തമം. എന്നാൽ ഇരുന്നിച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഇരിക്കൽ കറാഹത്തില്ല. നിൽക്കാൻ കഴിവുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇരിക്കാം എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ സുന്നത്ത് നിസ്കാരം എന്താണെന്ന് എല്ലാവരും ഒന്ന് അറിയാം. എന്നിട്ട് എല്ലാ സുന്നത്ത നിസ്കാരങ്ങളെ പറ്റിയും അറിഞ്ഞിട്ട് അതിനനുസരിച്ച് ആ നിസ്കാരങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുക ഇൻഷാ അല്ലാഹ്.